ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളിൽ ലാസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ അമ്മയും അച്ഛാമ്മയും കൂടെ ഉപ്പേരി വറക്കുമായിരുന്നു. ഇതാ ഇവിടെ നമ്മുടെ ഏത്തക്കയൊക്കെ അരിഞ്ഞ് ഉപ്പേരി വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. നല്ല മുരിയുന്ന മണം വരുന്നുണ്ട്. ഞങ്ങൾ ഗ്യാസിൽ വെച്ചിട്ടല്ല ഇത് വറക്കുന്നത്, കാരണം ഗ്യാസ് ഒത്തിരി ആകത്തില്ലേ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഉണ്ടാക്കിയൊരു ടിന്നകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ചൂടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ സാധനമായിരുന്നു ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരി വറുത്ത് കഴിഞ്ഞിട്ട് ചീനിയാണ് വറുത്തത്. അതുകൊണ്ടാണ് അവിടെയൊക്കെ പൊടി കണ്ട അത് ഈ യൂസ് ചെയ്യാതിട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിനകത്ത് ഒന്നും വീഴാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അതെല്ലാം വൃത്തിയാക്കണമാണോ അല്ലേ. അപ്പം ചക്ക ഉപ്പേരി വറുത്തു, ചീനി ഉപ്പേരി വറുത്തു. പിന്നെ ഇത് ചീനി ഉപ്പേരിയാണ്. ഇതിന് മുമ്പ് വറുത്തത് ഏത്തക്ക വെച്ചിട്ട് ചെയ്തതായിരുന്നു. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേതിങ്ങനെ പാട്ടയ്ക്കകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആയിരുന്നു. ഇതൊക്കെ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇടുമ്പം ഇങ്ങനെ വലുതായിട്ട് വരുന്ന അങ്ങനെയുള്ള കുറേ സാധനങ്ങളായിരുന്നു ഇത്. അപ്പോൾ ഇതും ഞങ്ങൾ എണ്ണയ്ക്കകത്തിട്ട്, ഇത് പക്ഷേ ഒത്തിരി എണ്ണ കുടിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ എണ്ണയ്ക്കകത്തിട്ട് അതൊന്ന് വഴറ്റിയെടുത്താണ്ട് അച്ചാമ്മ അതെല്ലാം താഴെ കളയുന്നുണ്ട്. ഇതൊന്നും സാരമില്ല, ഇത് 2-3 നല്ലേ പോയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അത് എന്തും വേണ്ടി എണ്ണ കുടിച്ചിട്ടുണ്ടെന്ന് വീർത്തിരിക്കുന്നതുകൊണ്ട് ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു ഇതിന്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം, അതായത് ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസൊക്കെയാണ്. ഭയങ്കര ആഘോഷമായിരുന്നു ക്ലാസ്സിൽ. ഞങ്ങൾ ഗേൾസും ബോയ്സ് കുറച്ച് പേരെ ഉള്ളായിരുന്നു. ഗേൾസും അത്യാവശ്യം പേരുണ്ടായിരുന്നു. ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ അത്തപ്പൂവൊക്കെ ഇട്ട്, പിന്നെ തിരുവോണ ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെ അന്ന് അത്തപ്പൂ ഇട്ട്, എന്നിട്ട് സദ്യയാണ്. സദ്യയിൽ ഇങ്ങനെ ഓരോരോ കറികൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ സദ്യയിൽ ഓരോന്നൊക്കെ വിളമ്പി സദ്യ ഫുള്ളാക്കുകയാണ്. ഇത്രയും കറികളെ ഉള്ളായിരുന്നു. ഒത്തിരി ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. ആരും അധികം അങ്ങനെ കഴിക്കത്തില്ലല്ലോ, കാരണം ഓരോ വീട്ടിൽ ഇനി വിരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വിരുന്ന് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒത്തിരി കറി ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത്രയും കറിയൊക്കെ ഉള്ളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഇന്ന് കൂട്ടത്തിൽ പായസം ഉണ്ടായിരുന്നു. പായസം സേമിയയായിരുന്നു. ഞാൻ പാലട ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. പിന്നെ വിചാരിച്ച് സേമിയ മതിയെന്ന് വിചാരിച്ച് സേമിയ ഉണ്ടാക്കി. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് സാമ്പാർ നമ്മൾ രണ്ടാമതല്ലേ കഴിക്കുന്നത്. ആദ്യം പരിപ്പ് പിന്നെ സാമ്പാർ എന്നല്ലേ. അപ്പം പിന്നെ പരിപ്പ് ആദ്യം കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ കറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സദ്യയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുമായിരുന്നു.